അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പോണിനെ പറ്റി സംസാരിച്ചപ്പോൾ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, അതായത് ലിംഗത്തിന്റെ സൈസും സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷനും തമ്മിൽ ബന്ധമുണ്ടോ? അതായത് ഒരാണിന് ഒരു പെണ്ണിനെ സന്തോഷിപ്പിക്കാനായിട്ട് ലിംഗത്തിന്റെ അളവ് തമ്മിലുള്ള ബന്ധം എന്താണ്? അതേപോലെ ഇപ്പൊ എന്തെങ്കിലും സൈസ് ആയിക്കോട്ടെ, അപ്പൊ അതിൽ മാറ്റം വരുത്താൻ പറ്റും, അതിന് ഓപ്പറേഷൻ എല്ലാം ചെയ്ത് മാറ്റം വരുത്താൻ പറ്റും. ഓക്കെ, ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു വളരെ കോമൺ ആയിട്ട് പുരുഷന്മാർക്കുള്ള ഒരു ഡൗട്ടാണ്. വേൾഡ് വൈഡ് എനിക്ക് തോന്നുന്നു ഇതൊരു കോമൺ പ്രോബ്ലം ആണ്. ബിക്കോസ് സർവേകളൊക്കെ കാണിക്കുന്നത് സ്റ്റഡീസിന്റെ പെർസെൻറ്റേജ് ഇവരുടെ പുരുഷന്മാരുടെ അവയവത്തിന്റെ സൈസ്, അത് പെനിസിന്റെ അല്ലെങ്കിൽ ലിംഗത്തിന്റെ സൈസ് ഒരു 40% ആളുകൾക്ക് സാറ്റിസ്ഫൈഡ് അല്ല. അവര് തമാശ എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി മെഷർമെന്റ് എടുത്ത് നോക്കിയപ്പോൾ അവരുടെ നോർമൽ മെഷർമെന്റ് ഉള്ളവരിലും ഇത്രയും പേര് സാറ്റിസ്ഫൈഡ് അല്ല. അപ്പം അവരുടെ തെറ്റിദ്ധാരണയാണ് അവർക്ക് വലുപ്പം കുറവില്ലാന്ന്. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ പുരുഷന്മാരുടെ കോൺഫിഡൻസ്, ആത്മവിശ്വാസവും അവരുടെ പെരുമാറ്റവും ഇത് സൈസുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. കാരണം അത് അവരത്രയും അവരെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. സ്ത്രീകളുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ചില സ്ത്രീകൾ പറയും ഇതിന് വലിപ്പം കൂടുതലാണ്, അതാരണം അവർക്ക് വേദന എടുക്കണം എന്ന് പറയും. ചില സ്ത്രീകൾ കംപ്ലൈൻറ്റ് പറയും ഇതിന് വലിപ്പം ഇല്ലാഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പ്ലഷർ കുറവെന്ന് പറയും. അതായത് അവരുടെ എല്ലാവരുടെയും എന്താണെന്ന് വെച്ചാൽ വലുതാണെങ്കിലും പ്രശ്നം, ചെറുതാണെങ്കിലും പ്രശ്നം, മൊത്തത്തിൽ ആരും ഒന്നും ഹാപ്പി അല്ല. അതായത് ബേസിക്കലി ബോഡി ഇമേജിൻ്റെ ഒരു സാധനം കൂടി ഉണ്ട് ഇതിനകത്ത്. പിന്നെ സയൻറ്റിഫിക്കലി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലഷർ ഉണ്ടാവാനായിട്ട് വലിയ ലിംഗത്തിൻ്റെ സൈസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാണ് മിക്ക സ്റ്റഡീസും കാണിക്കുന്നത്. കാരണം ഇത് അറൗസ്ഡ് ആയി കഴിയുമ്പോൾ ഇറക്ഷൻ ഉണ്ടാവുമ്പോൾ ഇതിൻ്റെ സൈസ് കൂടും. ഇപ്പൊ 4 ഇഞ്ച് ഉള്ളതാണെങ്കിൽ അത് 6 ഇഞ്ച്, അതിന്റെ നീളവും കൂടും വിഡ്ത്തും കൂടും എല്ലാം കൂടും. അപ്പൊ അതുകൊണ്ട് സൈസിന് വലിയ റെലവൻസ് ഇല്ല എന്നാണ് മിക്ക സ്റ്റഡീസും കാണിക്കുന്നത്. എന്ന് പറഞ്ഞാലും നമ്മളിപ്പോ അനാറ്റമിക്കലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ജി സ്പോട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഡീപ്പ് ഇൻസൈഡ് ഇപ്പൊ വജൈനയുടെ നീളം ഏറ്റവും അറ്റത്തെടുത്താൽ അതിനകത്ത് സെർവിക്സ് ഉണ്ട്, യൂട്രസിന്റെ താഴെയുള്ള ഭാഗം. ആ ഭാഗത്ത് എ സ്പോട്ടും ഒ സ്പോട്ട് എന്നൊക്കെ പറഞ്ഞ് 1-2 സ്പോട്ടുകളുണ്ട്. അതിലേക്ക് എത്തിയിട്ടുള്ള ഒരു സ്റ്റിമുലേഷൻ ജനറലി കുറവാണ്, അല്ലെങ്കിൽ സെർവിക്സ് വഴിയുള്ള സ്റ്റിമുലേഷൻ. കാരണം ഇത് മിക്കവാറും അവിടെ എത്താറില്ല. പക്ഷേ പുതിയ കുറച്ച് പഠനങ്ങൾ കാണിക്കുന്നത് ഇതിന്റെ ലെങ്ത് ഉണ്ടെങ്കിൽ ത്രസ്റ്റ് ചെയ്യുമ്പോൾ അത് അവിടെ ടച്ച് ചെയ്യുന്നു, ഡീപ്പ് ഇൻസൈഡ് ടച്ച് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റിമുലേഷനും കൂടെ ആക്ച്വലി ആഡഡ് ആണ്. പക്ഷെ അത് വേണമെന്നില്ല ഫോർ സ്ത്രീകൾക്ക് ഓർഗാസം കിട്ടാനോ പ്ലഷർ കിട്ടാനോ. ആ പുറമെയുള്ള ഇതായാലും മതി. പക്ഷെ ഇത് ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു എക്സ്ട്രാ ഇത് വേണമെങ്കിൽ ലഭിക്കാം എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്. ലെങ്ത് വെച്ചിട്ടുള്ള ലെങ്ത് വെച്ചുള്ള ലെങ്ത്തും വിട്ടും. അതായത് ചിലവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെലിവറി കഴിയുമ്പോൾ കുറച്ച് ലൂസ് ഒരു ഫീൽ ഉണ്ട്. കാരണം അവരുടെ പെൽവിക് മസിൽസ് ലൂസാവും. വളരെ കോമൺ ആയിട്ട് പേഷ്യൻസ് വെജൈനൽ ടൈറ്റനിങ്ങിന് വരാറുണ്ട്. അതായത് ഇത് ലൂസായി പ്ലഷർ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒരു ഇൻട്രസ്റ്റിംഗ് കഥ ഞാൻ പറയാം. ഒരു പേഷ്യൻ്റ്, ഭയങ്കര ഒരു പാവപ്പെട്ട വീട്ടിലെ പേഷ്യൻ്റ് ആട്ടോ. ഈ പെൺകുട്ടി എവറി 2-3 ഇയേഴ്സ് ആകുമ്പോൾ എൻ്റെ അടുത്ത് വരുന്നുണ്ട്, അവർക്ക് വജൈന ടൈറ്റ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ ആദ്യം വന്നപ്പോൾ ഞാൻ എന്താ ഹിസ്റ്ററി ഒക്കെ എടുത്തപ്പോൾ 2 ചെറിയ കുട്ടികളെയൊക്കെ ഉള്ളൂ, പാവപ്പെട്ട വീട്ടിലെ സ്ത്രീയാണ്. അപ്പം ഇതൊക്കെ എക്സ്പെൻസീവ് പ്രൊസീജിയർ അല്ലേ, ഇത് എന്തിനാ ചെയ്യണം? ഇപ്പൊ അവരുടെ കഥ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭർത്താവ് ഫുൾ ടൈം വേറെ സ്ത്രീകളുടെ കൂടെ പോവും. ആള് പറയണത് എന്താന്ന് വെച്ചാൽ നിന്റെ ഡെലിവറി കഴിഞ്ഞ് നിന്നെ ഒന്നും കൊള്ളൂല, നിന്റെ സാധനം ലൂസാ, അതുകൊണ്ടാണ് ഞാൻ പോണേന്നും പറഞ്ഞാണ് ഈ പോകുന്നത്. അപ്പം ഈ പെൺകുട്ടി ആക്ച്വലി ജോലിയൊന്നുമില്ല, ഭയങ്കര പാവപ്പെട്ട. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു മാനസികമായിട്ട് മുതലെടുക്കുന്നതാണ് അയാള്. ഇപ്പം ഇയാൾക്ക് ഇത് ഉണ്ടായിട്ടൊന്നല്ല, അയാൾ പോകുന്നതിന് ഒരു കാരണം കണ്ടുപിടിക്കുന്ന. ഈ പെൺകുട്ടിക്ക് അത് എന്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം ആദ്യം അവർ വന്നപ്പം അവർ ലേസറിനാണ് വന്നത്, ലേസർ ടൈറ്റനിങ് ചെയ്തു, അതിൻ്റെ കൂടെ സ്റ്റിച്ചിങ്ങും ചെയ്തു, ടൈറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് ഒരു 1 ഇയർ ഒക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ശരിയായി, അയാൾ എൻ്റെ അടുത്തും വരാൻ തുടങ്ങി. അപ്പം അവർ പറയണമെന്ന് വെച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ഒരു അളവിൽ മാത്രം നിങ്ങൾ നോക്കുന്ന ഒരു വ്യക്തിയെ ഇങ്ങനെയാണോ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളൊരു കൗൺസിലിംഗ് കൊടുത്തു. മനസ്സിലായില്ലേ? അതായത് പല സ്ത്രീകളുടെ അടുത്തും പോകുന്നതിന് ഭാര്യനെ കുറ്റപ്പെടുത്തിയിട്ട് പോകുന്നത് ഇറ്റ്സ് നോട്ട് ദ ആക്ച്വൽ. ഇത് ഇവർക്ക് കൂടുതലും സൈക്കോളജിക്കൽ ഒരു ഇതായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പൊ ഇവർക്ക് തോന്നി നമ്മളിത് ചെയ്തു, ഇതെല്ലാം ശരിയായി, ഇതെല്ലാം ഓക്കെ, അയാൾ വരണം. 1 ഇയർ കഴിഞ്ഞ് എന്നിട്ട് ഇവർ പറയാണ് പിന്നെ അയാൾ പോയി തുടങ്ങി. അയാൾ നേരത്തെ പോകുന്നുണ്ടായിരുന്നു, പക്ഷെ വരുന്നുണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് ഇടയ്ക്കെന്ന്. അതായത് അറ്റ്ലീസ്റ്റ് നിന്റെ അടുത്ത് ഞാൻ വരാം. അപ്പൊ ഇവർ പറഞ്ഞു എന്റെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഭയങ്കര കൂടുതലാണ്, അപ്പൊ എന്തെങ്കിലും അതുകൊണ്ട് ചെയ്തു, അയാൾ ഇടയ്ക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ 1 ഇയർ കഴിഞ്ഞ് വന്നപ്പോൾ പറയണ ആള് പിന്നെയും വരാണ്ടായി. അപ്പൊ ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോ ദൈവം സഹായിച്ച അതിനകത്ത് ഒരു ലൂസ്നെസ്സും ഇല്ല. അന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്ത് നല്ല ടൈറ്റ്. ഞാൻ പറഞ്ഞു മോൾക്ക് ഒരു കുഴപ്പമില്ല, അയാൾ നിങ്ങളെ പറ്റിക്കുന്നതാ,
അപ്പോൾ പറഞ്ഞ് എനിക്ക് എന്തായാലും ഈ കുടുംബജീവിതം അല്ലാതെ വേറെ പറ്റൂല, എനിക്ക് തന്നെ എൻ്റെ വീട്ടിൽ പോയി നോക്കാൻ എനിക്ക് സാമ്പത്തിക ശേഷിയില്ല, ഞങ്ങളുടെ ലവ് മാരേജ് ആണ്, വീട്ടിൽ കഴിവില്ല, 2 പിള്ളേരെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ജോലിയില്ല. അപ്പം പലതും നമ്മൾ ശ്രമിച്ചാൽ ഇവർക്ക് അവിടെ തൂങ്ങിക്കിടക്കണം, ഇവർക്കൊരു വിക്ടിം മെൻറ്റാലിറ്റിയാണ്. ഡോക്ടർ ഒന്നും കൂടെ എന്ത് ഇപ്പം ഓൾറെഡി നോർമൽ സാധനം നമ്മൾ ഇനി എന്ത് ചെയ്യും, എന്നിട്ട് ഇവർക്ക് പിന്നെയും സ്റ്റിച്ച് വേണം. ഇതുപോലെ നമുക്ക് ചില സർക്കംസ്റ്റൻസുകളുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പ്രോബ്ലം ഇല്ല, ഇതിനകത്ത് മോസ്റ്റ് ലൈക്ലി അയാളെ ഇവരെ അക്യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അയാളുടെ ലിംഗം വലുതാക്കാവുന്നു. ഈ ഒരുപാട് സ്ത്രീകളുടെ അടുത്ത് പോകുന്ന ആൾക്ക് സൈസ് കൂട്ടണമെന്ന്, ഇത് ഫിറ്റ് ആവാനായിട്ട്. എന്താണ് പ്രശ്നം? അപ്പൊ ലിംഗത്തിന്റെ സൈസ് കൂട്ടുന്ന പ്രൊസീജിയേഴ്സ് ആണ് പിന്നെ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾക്കിപ്പോ കോമൺ ആയിട്ട് നമ്മൾ ഈ പെനിസിന്റെ സൈസ് കൂട്ടാൻ റിക്വസ്റ്റിനകത്ത് നമ്മൾ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മേജർ ചേഞ്ച് ഒന്നും ഇതിനകത്ത് ആക്ച്വലി വരുത്താൻ പറ്റില്ല. പക്ഷേ പ്ലാസിബോന് പോലും എഫക്റ്റ് ഉണ്ട്. അതായത് ചില മരുന്നുകൾ കൊടുക്കണതിന് വരെ നമ്മൾ പഞ്ചസാര കൊടുത്താലും വെള്ളം കൊടുത്താലും അത് വർക്ക് ചെയ്യുന്ന പറഞ്ഞ പോലെ എന്തെങ്കിലും ചെയ്താലും ഇവരുടെ മൈൻഡിനാണ് പ്രോബ്ലം, അതുണ്ട്. പിന്നെ ഇതൊക്കെ പറഞ്ഞാലും ചില ചെറിയ വ്യത്യാസങ്ങൾ, അതായത് ഇപ്പോൾ ഇറക്ഷൻ ഉണ്ടാവുന്നത് ഈ പെനിസിലെ മസിൽ കൊണ്ടാണല്ലോ. അപ്പോൾ എത്ര സ്ട്രോങ് ആയിട്ട് ഉദ്ധാരണശേഷി ഇറക്ഷൻ ഉണ്ടാവുന്നോ അത്ര സ്ട്രോങ് ആയിട്ട് ഇതിൻ്റെ സൈസ് ആക്ച്വലി കൂടും. അപ്പം നമ്മൾ പലപ്പോഴും ഇറക്ഷൻ കുറവുള്ള വ്യക്തികൾക്ക് നമ്മൾ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോക്ടെയിലായിട്ട് മെഡിസിൻസ് കൊടുത്താൽ ഇറക്ഷൻ കൂടുന്നത് കൊണ്ട് അവർക്ക് അതിൻ്റെ സൈസ് കൂടും, പെർസെപ്ഷൻ കൂടും. പിന്നെ ഇത് ഏതൊരു മസിൽ പോലെ ഒരു മസിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ മസിൽ എക്സസൈസ് ചെയ്ത് എന്തുണ്ടാവും, ഇപ്പൊ ബൈസെപ്സ് നമ്മൾ ഡെയിലി ചെയ്താൽ അത് വലുതാവും. അതുപോലെ കുറച്ചൊരു പെർസെപ്ഷനിൽ വ്യത്യാസം കിട്ടും. അപ്പൊ ഇത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്താലോ അല്ലെങ്കിൽ ഇപ്പൊ ഉദ്ധാരണശേഷി കുറവുള്ളവർക്ക് മരുന്ന് കഴിച്ചാലോ അതിൽ കുറച്ച് ഡിഫറൻസ് കിട്ടും. പിന്നെ നമുക്ക് ഈ PRP അല്ലെങ്കിൽ വാക്യൂം ഡിവൈസ് എന്നൊക്കെ പറഞ്ഞ പുതിയ സാധനങ്ങളുണ്ട്. ഇതൊന്നും പ്രൂഫില്ല. പക്ഷേ PRP ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ബ്ലഡ് വെസൽസും പുതിയ ടിഷ്യൂ ഉണ്ടാവുന്നത് കൊണ്ട് അതിനകത്തോട്ട് ഒരു സൈസിൽ ചെറിയ ഡിഫറൻസ് കിട്ടും. അതുപോലെ തന്നെ വാക്യൂം ഡിവൈസുകൾ ഉപയോഗിച്ചാലും ഈ ഇറക്ഷൻ കൂടുതൽ നിൽക്കുന്നത് കൊണ്ട് കിട്ടും. അപ്പം ഇങ്ങനെയുള്ള മെഡിക്കൽ സാധനങ്ങൾ ഞാൻ വേറൊരു എപ്പിസോഡിൽ ക്ലിയർ ചെയ്യാം. പക്ഷെ ഇതൊന്നും പ്രൂവൺ അല്ല, ഇതെല്ലാം പുതിയ ടെക്നീക്സ് ആയതുകൊണ്ട് കുറേ വർഷങ്ങൾ എടുക്കും നമുക്കിത് ശരിക്കും വർക്ക് ചെയ്യോ ഇല്ലയോ എന്നറിയാൻ. പക്ഷെ എക്സ്പെരിമെൻ്റൽ ബേസിസിൽ നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ആളുകൾക്ക് കോൺഫിഡൻസിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പം ഇതിൻ്റെ പ്രശ്നം കൊണ്ട് ആളുകൾക്ക് ഒത്തിരി കോൺഫിഡൻസ് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. പിന്നെ വളരെ ചെറിയ ലിംഗമുള്ളവരുണ്ട്, എക്സ്ട്രീംലി സ്മോൾ ഉള്ളവരുണ്ട്, ഇറക്ഷന് പ്രോബ്ലം ഉള്ളവരുണ്ട്. അവർക്ക് നമുക്ക് സർജിക്കലി തന്നെ ഇപ്പം ഇംപ്ലാൻസ് ഒക്കെ ഉണ്ട്, സ്ഥിരമായിട്ട് ഇറക്ഷൻ ഉണ്ടായി നിൽക്കുന്ന മെറ്റൽ ഇംപ്ലാൻസ് ഒക്കെ ഉണ്ട്. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി കമ്പാരിസൺ ആണ്. പോൺ കണ്ടിട്ട് അതിനകത്ത് സൈസ് നോക്കിയിട്ട് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം പോണിൽ കാണിക്കുന്നത് പലപ്പോഴും അറിയാലോ, നമുക്ക് ഫോട്ടോ ഇപ്പം സിനിമയിൽ കാണിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും എക്സാജറേറ്റ് ചെയ്യാൻ പറ്റും. പോണിൽ കാണുന്നത് പുരുഷനായാലും സ്ത്രീ ആയാലും മിക്കവരും പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞ ഒത്തിരി വ്യക്തികളുള്ളത് കൊണ്ട് നമ്മൾ കാണുന്നത് മറ്റവരിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഇതേ പ്രശ്നം സ്ത്രീകളിൽ അക്യൂസ് ചെയ്യുന്നവരുണ്ട്. പോൺ കണ്ടിട്ട് പുരുഷന്മാർ നിന്റെ ബ്രസ്റ്റിന് വലിപ്പമില്ല എന്നും പറഞ്ഞാണ് അക്യൂസേഷൻ. ഇപ്പം നമ്മൾ കാണുന്ന പല പേഷ്യൻറ്റിലും എനിക്ക് ഭാര്യനെ കണ്ടിട്ട് അറൗസൽ തോന്നില്ല, കാരണം അവൾക്ക് ബ്രസ്റ്റിന് വലിപ്പമില്ല എന്ന് പറയുന്ന പുരുഷന്മാരുണ്ട്. അതെല്ലാം തെറ്റിദ്ധാരണകളാണ്. പോൺ കണ്ടിട്ടുണ്ടാവുന്ന തെറ്റിദ്ധാരണകളിൽ ഒരെണ്ണമാണ് ബ്രസ്റ്റിൻ്റെ സൈസും അവർക്കുണ്ടാവുന്ന അറൗസലുമായിട്ട് ഒരു കണക്ഷൻ വരേണ്ട ആവശ്യമില്ല. ആക്ച്വലി നമുക്ക് വേറൊരു പേഷ്യൻ്റ് ഉണ്ട് ഈ ബ്രസ്റ്റിൻ്റെ ഇതെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ. പുരുഷൻ വർക്ക് ചെയ്യുന്നത് ഓസ്ട്രേലിയയിലാണ്, വൈഫ് IT ജോബ് ചെയ്യണ നാട്ടിലാണ് ചെയ്യുന്നത്. അപ്പം ഈ വൈഫിന് PCOD ഉണ്ട്. അപ്പം അതിൻ്റെതായ സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ട്. അപ്പം വൈഫ് പറയണ ഇയാൾ വല്ലപ്പോഴും നാട്ടിൽ വന്നാലും എന്ത് ചെയ്ത് തന്നെ തൊടൂല. ഇയാൾ പറയണത് എന്താണെന്ന് വെച്ചാൽ നിന്റെ ബ്രസ്റ്റിന് വലുപ്പമില്ലാത്തതുകൊണ്ട് എനിക്ക് അറൗസിൽ വരുന്നില്ല എന്നാണ് അയാൾ അക്യൂസ് ചെയ്യുന്നതെന്ന് പറയണത്. ഇയാളുടെ ഹിസ്റ്ററി എടുത്തപ്പോൾ ഇയാൾക്ക് മൾട്ടിപ്പിൾ സ്ത്രീകളായിട്ട് ബന്ധമുണ്ട്. ഇയാൾക്ക് ഡ്രഗ്സ് ഉണ്ട്, നല്ല രീതിയിൽ ഡ്രഗ്സ് എടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ ആൾ പോൺ കാണുന്നുണ്ട്. ആൾക്ക് ഇല്ലാത്ത ദുശീലങ്ങളൊന്നുമില്ല, ആൽക്കഹോൾ, സ്മോക്കിംഗ് എല്ലാം ഉണ്ട്. എല്ലാതരം സ്വഭാവങ്ങളുള്ള വ്യക്തി. ഈ ഭാര്യയ്ക്ക് ദൈവം സഹായിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല. ആകെ അവരുടെ ബ്രസ്റ്റ് പരിശോധിച്ച് നോക്കിയപ്പോൾ അത് നോർമൽ സൈസാണ്, കുറവൊന്നുമില്ല. അപ്പം ഇയാൾ അക്യൂസ് ചെയ്യുന്നത് ഇവർക്ക് ബ്രസ്റ്റിന് വലിപ്പമില്ലാത്തതുകൊണ്ട് ഇയാൾക്ക് അറൗസൽ വരുന്നില്ല, അതുകൊണ്ട് ഞാൻ വേറെ പോകുന്നു. രാമന് കേട്ടിട്ട് എന്ത് തോന്നുന്നു? ആർക്കാ വലിയ പ്രോബ്ലം? ബ്രസ്റ്റിൽ വരുവാണോ?
അയാളുടെ വ്യക്തിത്വത്തിലുള്ള പ്രശ്നങ്ങൾ അയാൾ വെറുതെ ഇവിടെ അക്യൂസ് ചെയ്യുന്നതാണ്. എന്നിട്ട് ഇവരുടെ ബ്രസ്റ്റ് വലുതാക്കാൻ സർജറി ചെയ്തുകൊണ്ട് നടക്കുക. പ്രശ്നം മാറുമോ? ഇല്ല. തമാശ എന്താണെന്ന് വെച്ചാൽ ഈ കപ്പിളിനെ നമ്മൾ തെറാപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ ഹാപ്പിയായി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് മെയിൻലി കൊടുത്തത് ഒന്ന് വൈഫിന് കോൺഫിഡൻസ് കൊടുക്കാൻ കൊടുത്തു, മെയിൻലി കൊടുത്തത് ഭർത്താവിനാണ്. അത് പിന്നെ നമുക്ക് വിശദമായിട്ട് വേറൊരു പ്രാവശ്യം ഞാൻ പറയാം. ഫോൺ കാണുന്നതിൽ വലിയൊരു ശതമാനം പ്രായമായ ആണുങ്ങളാണല്ലോ. അപ്പോൾ ആണുങ്ങൾക്ക് ഈ മെനപ്പോസ് പോലെ ആൻഡ്രോപോസ് അങ്ങനെ അതിനെപ്പറ്റി കൂടുതൽ ആക്ച്വലി അതും അത്യാവശ്യം ഒരു വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് എപ്പിസോഡായിട്ട് പിടിക്കാം. പുരുഷന്മാർക്ക് ഇപ്പോൾ ആക്ഷൻ കുറയുന്നത് കൊണ്ട് തോട്ട് കൂടും എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ട്. അപ്പം അത് നമുക്ക് ഡീൽ ചെയ്യാം.